ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2016 LDC എക്സാമിന് ചോദിച്ച ഇംഗ്ലീഷിലെ 10 ചോദ്യങ്ങൾ. ഇംഗ്ലീഷിനെ സംബന്ധിച്ച് 20 മാർക്കിനാണ് സാധാരണ ചോദിക്കുന്നത്. അനായാസം സ്കോർ ചെയ്യാവുന്ന ഒരു മേഖല കൂടെയാണ്. കാരണം ഇതിന് സ്പെസിഫിക് ആയിട്ട് ചില ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കൊന്ന് കവർ ചെയ്താൽ മിനിമം 15 മാർക്കെങ്കിലും ഷുവറായി മേടിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി മുൻകാല ചോദ്യങ്ങൾ ഒന്ന് അതിനോടൊന്ന് കണക്ട് ചെയ്തൊന്ന് പഠിക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ, ഇതാണ് നമ്മുടെ ചോദ്യം. ഈ തന്നിട്ടുള്ളത് ഏത് സെനൻസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി അസർട്ടീവ് സെനൻസ്. അസർട്ടീവ് സെനൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് സെനൻസ് ആണ് ഈ തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ. നമുക്കിവിടെ ബാക്കി ഓപ്ഷൻ നോക്കാം. എക്സ്ക്ലമേറ്ററി സെൻസ്, ആശ്ചര്യം. അങ്ങനെയെങ്കിൽ ഒരു ആശ്ചര്യ ചിഹ്നം തന്നിട്ടുള്ളതിൽ ഉണ്ടാകും. ഇവിടെ നോക്കാം. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ എന്നും പറഞ്ഞിട്ട് അവസാനം ഒരു ആശ്ചര്യ ചിഹ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിക്ഷേപിണി, ഇതിൻ്റെ മറ്റൊരു പേരാണ് വിക്ഷേപിണി, അത് മലയാളത്തിലും ചോദിക്കാം. അപ്പോൾ ആ ചിഹ്നം ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി സെനൻസ്, അസർട്ടീവ് അല്ലെങ്കിൽ പോസിറ്റീവ് സെൻസ് ആണ് ഈ തന്നിട്ടുള്ളത്. ഇമ്പരേറ്റീവ് സെനൻസ്. ഇമ്പരേറ്റീവ് സെനൻസിന് ഒരു ടോൺ ഉണ്ട്. ആജ്ഞ രൂപത്തിലോ അപേക്ഷാ രൂപത്തിലോ ഉള്ളതാണ് ഇമ്പരേറ്റീവ് സെനൻസ്. പ്ലീസ് ഹെൽപ്പ്, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒരു അപേക്ഷ രൂപം ഉള്ളതാണല്ലോ, അതൊക്കെ ഇമ്പരേറ്റീവ് സെനൻസ്. ഇൻറ്ററോഗേറ്റീവ് സെനൻസ്, അത് ചോദ്യചിഹ്നം. വേർ ആർ യു ഗോയിങ്, അപ്പോൾ അതൊക്കെ ഒരു അവസാനം ഒരു ചോദ്യചിഹ്നം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇൻറ്ററോഗേറ്റീവ് സെനൻസ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഏത് വരും? അസർട്ടീവ് സെനൻസ്. രണ്ടാമത്തെ ചോദ്യം. ഷീ ഈസ് ഓൺ ഡാഷ് വി ക്യാൻ ട്രസ്റ്റ്. ഏതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്? റിലേറ്റീവ് പ്രോനൗൺ. അപ്പോൾ ഇവിടെ ബേസിക് അവിടെ ഒരു ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഹൂ കഴിഞ്ഞിട്ട് സാധാരണ വെർബാണ് വരുന്നത്. ഹൂ കഴിഞ്ഞിട്ട് വെർബ് വരും. എന്നാൽ ഹൂം കഴിഞ്ഞിട്ട് ഒരു പ്രോനൗൺ ആണ് സാധാരണ വരിക. ഹൂം കഴിഞ്ഞിട്ട് പ്രോനൗൺ. അപ്പോൾ ഡാഷ് കഴിഞ്ഞിട്ട്, ഡാഷിൻ്റെ അവിടെയാണ് അത് കഴിഞ്ഞിട്ട് പ്രോനൗൺ വരണം. ഇവിടെ നോക്കാം. വി എന്നത് പ്രോനൗൺ ആണല്ലോ. പ്രോനൗൺ ഏതൊക്കെ? ഐ, യു, വി, ദേ. അപ്പോൾ അങ്ങനെയുള്ളത് ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ അത് ഹൂമാണ് അവിടെ സാധാരണ കേസിൽ ഉപയോഗിക്കുന്നത്. ഇനി ദാറ്റും വിച്ചും സാധാരണ വ്യക്തികൾക്കൊന്നും ഉപയോഗിക്കില്ല, വസ്തുക്കൾക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ ആദ്യമേ തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ബാക്കിയുള്ളത് ഹൂ അല്ലെങ്കിൽ ഹൂമാണ് ബാക്കിയുള്ളത്. ഹൂ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഹൂ വരുന്നത് വെർബിന് ശേഷം, അതായത് ഹൂ കഴിഞ്ഞിട്ട് വെർബ് വരും. ഹൂം കഴിഞ്ഞിട്ട് പ്രോവർബ്, നൗൺ വരും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹൂസ് കൂടെ ഉണ്ട്, HOSE. ഹൂസ് കഴിഞ്ഞിട്ട് സാധാരണ നൗൺ ആണ് വരുന്നത്. ഹൂം കഴിഞ്ഞിട്ട് നൗൺ. അപ്പോൾ അത് മാറിപ്പോകരുത്. ഹൂ കഴിഞ്ഞ് വെർബ്, ഹൂം കഴിഞ്ഞ് നൗൺ, ഹൂസ് കഴിഞ്ഞ് നൗൺ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സാധാരണഗതിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്. ഡാഷ് കഴിഞ്ഞ് വി ആണ് വരുന്നത്. വി എന്തുവാണ്? പ്രോനൗൺ ആണ്. പ്രോനൗണിന് മുമ്പ് സാധാരണ ഹൂ വരണം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം. മാംഗോ ഈസ് ഡാഷ് ദാൻ ആപ്പിൾ. അപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. ഏത് വരും? ഓപ്ഷൻ സി, സ്വീറ്റർ വരും. അപ്പോൾ മാംഗോ ഈസ് സ്വീറ്റർ ദാൻ ആപ്പിൾ. ഇവിടെ നമുക്ക് നോക്കാം. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ 3 ഉണ്ട്. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. ഒരൊറ്റ വസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് പോസിറ്റീവാണ്. ഇവിടെ പറയുവാണ്, ഓപ്ഷനിൽ നോക്കാം. മാംഗോ ഈസ് ഡാഷ്, ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എങ്കിൽ ഓപ്ഷൻ എ വരും, സ്വീറ്റ് എന്ന് വരും. കാരണം ഒരൊറ്റ വസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നോക്കാം. മാംഗോ ഈസ് ഡാഷ് ദെൻ ആപ്പിൾ. മാംഗോയുമുണ്ട്. അപ്പോൾ രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. ഇനി 2ൽ കൂടുതൽ വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് വരുന്നത്. എങ്കിൽ സ്വീറ്റസ്റ്റ് വരും. അപ്പോൾ ഇവിടെ സ്വീറ്റ്, സ്വീറ്റർ, സ്വീറ്റസ്റ്റ്. ഇവിടെ രണ്ടാമത്തെ കേസാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം. ദ പാസീവ് ഫോം ഓഫ് ഷീ വാസ് കറക്റ്റിംഗ് അവർ പർപ്പസ് ഈസ്. അപ്പോൾ തന്നിട്ടുള്ളത് ആക്റ്റീവാണ്, അതിൻ്റെ പാസീവാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആക്റ്റീവും പാസീവും ചോദിക്കുമ്പോൾ
ബേസിക്കായിട്ട് കുറച്ച് നോക്കിയാൽ മതി. അതായത് ടെൻസിന് മാറ്റം വരുത്തരുത്. ഇവിടെ നോക്കുക, ഷീ വാസ് കറക്റ്റിംഗ് അവർ പേർപ്പസ്. അതേതാ, പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ, അപ്പോൾ ആ ഒരു ടോണിൽ തന്നെ വരണം. ഇനി പാസീവ് എടുക്കുമ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. അപ്പോൾ അവർ പേപ്പറാണല്ലോ, അവർ പേപ്പേഴ്സ് അതിൽ തുടങ്ങണം. അപ്പോൾ ഈ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണല്ലോ, അങ്ങനെയെങ്കിൽ സിംഗുലാർ വരുന്നത് ക്യാൻസൽ ആദ്യമേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ വാസ് വരുന്നിടത്ത് 2 എണ്ണമുണ്ട്, ഓപ്ഷൻ ബിയും സിയും അതിനെ കളയുക. കാരണം പേപ്പേഴ്സ് കഴിഞ്ഞ് തീർച്ചയായും പ്ലൂറലേ വരത്തുള്ളൂ, വെയർ വരണം, വാസ് വരില്ല. ഇനി ഇവിടെ കറക്റ്റിംഗ് ing ഉള്ളത് കൊണ്ട് തീർച്ചയായും ബീയിങ് വരണം. അപ്പോൾ കറക്റ്റിംഗ് ഉള്ളത് കൊണ്ട് ing ഫോമാണ്, അങ്ങനെയെങ്കിൽ അതിൻ്റെ പാസീവ് വോയിസിൽ ബീയിങ് വരണം. അങ്ങനെയുള്ളത് ഓപ്ഷൻ ഡിയിൽ ഉണ്ടോ? ഇല്ല. ഓപ്ഷൻ എയിലുണ്ടോ? ഉണ്ട്. അപ്പോൾ അത്രയും തന്നെ നോക്കുമ്പോൾ നമുക്ക് ആൻസറിൽ എത്തി. അവർ പേപ്പേഴ്സ് വെയർ ബീയിങ് കറക്റ്റഡ് ബൈ ഹർ. ഇവിടെ കറക്റ്റിംഗ് എന്നത് V1 + ing ആണല്ലോ, ഈ V1 എന്നത് V3 ആയിട്ട് മാറും. അവിടെ ഒരു ചേഞ്ചും ഉള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഹീസ് ഡാഷ് ഓണറബിൾ മാൻ. അപ്പോൾ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഹെച്ച് സൈലൻ്റായിട്ട് വരുന്നിടത്തെല്ലാം നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് ആനാണ്. അപ്പോൾ ഹെച്ച് സൈലൻ്റായിട്ട് ഓണറബിൾ എന്ന് മലയാളത്തിൽ വായിക്കുക. അപ്പോൾ ഇവിടെ സ്വരാക്ഷരമാണല്ലോ ആദ്യം വരുന്നത്. സ്വരാക്ഷരമാണ് പ്രൊനൗൺസിയേഷനിൽ വരുന്നതെങ്കിൽ ആർട്ടിക്കിൾ ആൻ ഉപയോഗിക്കണം. അടുത്ത ചോദ്യം, വെൻ വി വെർ യങ് വി ഡാഷ് പ്ലേ മോസ്റ്റ് ഓഫ് ദ ടൈം. ക്യാൻ വരുമോ, മേ വരുമോ, കുഡ് വരുമോ, മൈറ്റ് വരുമോ? അപ്പോൾ ഇവിടെ പാസ്റ്റിലെ കാര്യമാണ്. അങ്ങനെയെങ്കിൽ പ്രസൻറ്റ് V1 ഫോമിലുള്ള ഇത് രണ്ടും വരത്തില്ല, ആദ്യമേ ക്യാൻസലായി. ഇനി ബാക്കിയുള്ളത് കുഡ് ഉണ്ട്, മൈറ്റ് ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അതിനെ ക്യാൻ അല്ലെങ്കിൽ അതിൻ്റെ വീട്ടുവായ കുഡാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ കാര്യമായതുകൊണ്ട് കുഡാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, കുഡ്. വെൻ വി വെർ യങ് വി കുഡ് പ്ലേ മോസ്റ്റ് ഓഫ് ദ ടൈം. അടുത്ത ചോദ്യം, നെയ്തർ ഓഫ് ദ ബ്രദേഴ്സ് ന്യൂ ദ ആൻസർ. ക്വസ്റ്റ്യൻ ടാഗാണ് ചോദ്യം. തന്നിട്ടുള്ളത് ഏത് ടെൻസാണെന്ന് നോക്കുക. ന്യൂ ആണ് കിടക്കുന്നത്, അപ്പോൾ അങ്ങനെയെങ്കിൽ അത് V2 ആണ്. പിന്നെ ഉള്ളത് നെയ്തർ ഉണ്ട്. നെയ്തർ ഉള്ളത് കൊണ്ട് തന്നിട്ടുള്ള സെനൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ 2 കേസും വെച്ച് നമുക്ക് തുടങ്ങാം. തന്നിട്ടുള്ള സെനൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഡിഡിൻറ്റ് അത് നെഗറ്റീവ് ആണല്ലോ, അത് ക്യാൻസൽ ചെയ്തു. ഇനിയുള്ളത് നമ്മൾ V2 ആണെന്ന് നേരത്തെ കണ്ടെത്തി. V2ന് എപ്പോഴും ഡിഡേ വരത്തുള്ളൂ. ഓപ്ഷൻ ബി ഡിഡുള്ളത് ഒരെണ്ണം മാത്രം, ഡിഡ് ദേ. അടുത്ത ചോദ്യം, യു വിൽ ഗെറ്റ് ഹൈ മാർക്സ്. അപ്പോൾ ഡിഗ്രീസ് ഓഫ്, അപ്പോൾ ഇത് ഇഫ് ക്ലോസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, ഒരു സ്ഥിരം ചോദ്യമാണ്. ഇവിടെ നോക്കുക, ഇഫ് ക്ലോസിന് മുമ്പുള്ള സെനൻസ് മെയിൻ ക്ലോസ് അത് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ ഇഫ് ക്ലോസിലും എപ്പോഴും പ്രസൻറ്റ് ടേം തന്നെയായിരിക്കും. ഇവിടെ നോക്കാം, പ്രസൻറ്റ് ടേമിൽ ഉള്ളത് ഓപ്ഷൻ ഡി ആണ്, ഇഫ് യു വർക്ക് ഹാർഡ്. അപ്പോൾ യു വിൽ ഗെറ്റ് ഹൈ മാർക്സ് ഇഫ് യു വർക്ക് ഹാർഡ്. ഇവിടെ വില്ലിന് പകരം വുഡാണ് വരുന്നതെങ്കിൽ WOULD വുഡാണ് വരുന്നതെങ്കിൽ ഓപ്ഷൻ എ വരുമായിരുന്നു, വർക്ക് ഹാർഡ്. അപ്പോൾ ആ വ്യത്യാസം ഒന്ന് നോക്കുക. പ്രസൻ്റ് ആണെങ്കിൽ ഇഫ് യു വർക്ക് ഹാർഡ് അത് കറക്റ്റായിട്ട് വരും. വുഡ് ആണെങ്കിൽ യു വർക്ക് ഹാർഡ്. അടുത്ത ചോദ്യം, പേഷ്യൻ്റ് ടു ഡോക്ടർ ക്യാൻ ഐ ടേക്ക് സോളിഡ് ഫുഡ്. ദ റിപ്പോർട്ട് ഫോം ഓഫ് ദ അബവ് സെനൻസ് ഈസ്. റിപ്പോർട്ട് സ്പീച്ചാണ് ചോദിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് സ്പീച്ചിന് തീർച്ചയായും അറിഞ്ഞിരിക്കുന്നത് ടെൻസിന് മാറ്റമുണ്ട്. ക്യാൻ എന്നത് കുഡ് ആകും. അപ്പോൾ ഇവിടെ കുഡ് ഏതിലൊക്കെ ഉണ്ട്? ഇതിലുണ്ട്, ഇതിലില്ല. അപ്പോൾ ഇനി ബാക്കി ഓപ്ഷൻ ABC മാത്രം നോക്കിയാൽ മതി. ഇനി നോക്കേണ്ടത് ആദ്യത്തെ ഇതുവരെ നോക്കാം. ദ പേഷ്യൻ്റ് ആസ്ക്ഡ് ദ ഡോക്ടർ വെദർ, കണക്റ്റിംഗ് വേർഡ് വേണം.
അപ്പോൾ ഇവിടെ കണക്റ്റിംഗ് വേർഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതും ക്യാൻസൽ. ഇനി ബാക്കിയുള്ളത് ബിയും സിയുമാണ്. നോക്കാം. ദ പേഷ്യൻ്റ് ആസ്ക്ഡ് ദ ഡോക്ടർ വെദർ ഷീ കുഡ് ടേക്ക് ദ സോളിഡ് ഫുഡ്. കുഡ് ഷീ. അപ്പോൾ ഇവിടെ കുഡ് ഷീ ഉണ്ട്, ഇവിടെ ഷീ കുഡ്. അപ്പോൾ ഏതാ ആദ്യം വരിക? സബ്ജക്റ്റ് തന്നെയാണ് ആദ്യം വരിക. അപ്പോൾ സബ്ജക്റ്റ് ആദ്യം വരുന്നുണ്ട് ഷീ. വെദർ കഴിഞ്ഞ് കണക്റ്റിംഗ് വേർഡ് കഴിഞ്ഞ് സബ്ജക്റ്റ് ആദ്യം വരണം. അങ്ങനെ വന്നിട്ടുള്ളത് ഷീ, ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ദ പേഷ്യൻ്റ് ആസ്ക്ഡ് ദ ഡോക്ടർ വെദർ ഷീ കുഡ് ടേക്ക് സോളിഡ് ഫുഡ്. ലാസ്റ്റ് നോക്കുന്ന ചോദ്യം, നോബഡി ഷുഡ് ബി ഡിപ്രൈവ്ഡ് ഡാസ് ദ ഓപ്പർച്യൂണിറ്റീസ് ടു കം അപ്പ് ഇൻ ലൈഫ്. ഓപ്ഷൻ ഡി ആണ്, ഓഫ്. അപ്പോൾ നോബഡി ഷുഡ് ബി ഡിപ്രൈവ്ഡ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ് ടു കം അപ്പ് ഇൻ ലൈഫ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 10 ചോദ്യങ്ങൾ. അപ്പോൾ ഇതുപോലെ ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് പഠിക്കുക. അപ്പോൾ അതുവഴി തീർച്ചയായും ഈ ചോദ്യത്തിനൊക്കെ മിനിമം 19 മാർക്ക് തന്നെ മേടിക്കാൻ സാധിക്കും. ഇത്തിരി ടഫാണെങ്കിൽ നമുക്ക് ഈ സെയിം സിലബസൊക്കെ അറിയാമെങ്കിൽ മിനിമം 15എങ്കിലും മേടിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും താങ്ക് യു.